നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ CPIM തുടങ്ങിയിരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്താൻ, ഉജ്ജ്വലമായ മുന്നേറ്റമുണ്ടാക്കാൻ CPIMന് സാധിക്കും, LDFന് സാധിക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തലുകളാണ് അദ്ദേഹം പ്രധാനമായും മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതിൽ പറയുന്നത് 2004-ന് സമാനമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇടതു തരംഗം എന്ന രീതിയിൽ തന്നെ ഒരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിലുള്ളത്. ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴും സംഘപരിവാറിനും കോൺഗ്രസിനും എതിരായ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ശബരിമല വിഷയത്തിൽ ഹിന്ദുക്കൾ മുഴുവൻ സർക്കാരിനെതിരാണ് എന്ന ധാരണ തെറ്റാണ്. മറിച്ച് സംഘപരിവാറിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇരട്ടത്താപ്പുകൾക്കും അതുപോലെ തന്നെ അവരുടെ ഈ വിഷയത്തിലുള്ള തന്ത്രപരമായ ചില സമീപനങ്ങൾക്കും തിരിച്ചടി നൽകാൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഗംഭീരമായ വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോടിയേരി പറയുന്നത്. അതുപോലെ തന്നെ പ്രളയവും ശബരിമല വിഷയവും ഒക്കെയായി ബന്ധപ്പെട്ട് CPIMന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പദ്ധതികൾ പലതും പൂർത്തിയാകാത്ത അല്ലെങ്കിൽ ആരംഭിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലേക്കും അതുപോലെ തന്നെ ശില്പശാലകൾ അടക്കമുള്ള ജനകീയ പരിപാടികളിലേക്കും നീങ്ങാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗംഭീരമായ ക്യാമ്പയിനാണ് CPIM തയ്യാറെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെയും ഇപ്പോൾ CPIMന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് CPIM വിലയിരുത്തലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. വനിതാ മതിലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ വനിതാ മതിലിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉയരുന്നത് അത് ചർച്ചയാകുന്നത് CPIMന് ഗുണകരമാണ്, അല്ലെങ്കിൽ വനിതാ മതിലിന് ഗുണകരമാണ്. നവോത്ഥാന കേരളത്തിന് മുതൽക്കൂട്ടാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത്. അത് നല്ല ലക്ഷണമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 620 കിലോമീറ്റർ ദൂരത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത കേന്ദ്രീകരിച്ച്, പടിഞ്ഞാറ് ദിക്ക് കേന്ദ്രീകരിച്ച്, തീരദേശ ദേശീയപാത കേന്ദ്രീകരിച്ചായിരിക്കും ഈ വനിതാ മതിൽ ഉണ്ടാവുക. 30 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന മതിൽ ഗിന്നസ് ബുക്കിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ വനിതാ മതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CPIM മുന്നേറ്റത്തിൻ്റെ CPIM ക്യാമ്പയിൻ്റെ ഗംഭീരമായ തുടക്കമായിരിക്കും. ഗിന്നസ് റെക്കോർഡോടുകൂടി തന്നെ CPIM തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. RSSും കോൺഗ്രസും മതിൽ പൊളിക്കാൻ ശക്തമായി ഇടപെടുന്നുണ്ട്. പക്ഷേ അത്തരം പ്രവർത്തനങ്ങളൊന്നും വനിതാ മതിലിനെയോ CPIMനെയോ ബാധിച്ചിട്ടില്ല. മറിച്ച് CPIMൻ്റെയും വനിതാ മതിലിൻ്റെയും ഒക്കെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം ചർച്ചകളെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം വനിതാ മതിലിന് യാതൊരുവിധ സർക്കാർ സഹായവും ആവശ്യമില്ല. 1 രൂപ പോലും സർക്കാർ ഫണ്ടിൽ നിന്ന് വാങ്ങുന്നുമില്ല. മറിച്ച് പാർട്ടി തന്നെയാണ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 3 മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട് CPIMന്. അതെല്ലാം ഘട്ടം ഘട്ടമായി തന്നെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ശില്പശാലകൾ, ക്യാമ്പയിനുകൾ തുടങ്ങിയവയൊക്കെയാണ് CPIM അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന കുടുംബയോഗങ്ങൾ, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ CPIMന് വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള കാരണങ്ങളായി CPIM വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് ക്യാമ്പയിനുകളും ശില്പശാലകളും കുടുംബയോഗങ്ങളും ഒക്കെയായി മുഴുവൻ സമയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് CPIM പ്രവർത്തകരും അണികളും നേതാക്കളും ഒക്കെ മാറാൻ പോവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ ഇടതു മനസ്സ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിൻ്റെയും കോൺഗ്രസിൻ്റെയും അജണ്ടകൾ ഇവിടെ നടപ്പാകാത്തത്. അത് CPIMനും LDFനും ഗുണകരമാകും. LDFന് ശക്തമായ തിരിച്ചുവരവ് അല്ലെങ്കിൽ ശക്തമായ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വിലയിരുത്തുന്നത്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന പാർട്ടി യോഗങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുന്നേയുള്ള കർമ്മ പദ്ധതികളുമായി CPIM തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു.